കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റായ ശ്രീ സുമേഷ് അച്യുതനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ചിറ്റൂരിൽ കഴിഞ്ഞ തവണ വലിയൊരു ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലമാണ്. 5 വർഷത്തിനിപ്പുറം എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദമല്ലാത്ത പല വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ നിരവധി കോടി രൂപ പാഴായിപ്പോയ പദ്ധതികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതിനു മുമ്പ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിന് UDFന് അനുകൂലമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ UDFന് വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഇത്തവണ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ. മറുവശത്ത് കൃഷ്ണൻകുട്ടി പറയുന്നത് കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അത് കുട്ടികൾക്ക് കുറെ കൂടി എത്തിക്കാൻ കഴിഞ്ഞു. വീടുകളിൽ ഇരുന്ന വയസ്സായവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തൊഴിൽ പദ്ധതി നടപ്പാക്കി. അങ്ങനെ കോടികളുടെ വികസനം നടപ്പാക്കി എന്നാണ് പറയുന്നത്. ഈ കുടിവെള്ള പദ്ധതിയൊക്കെ ശരിക്കും പ്രായോഗിക തലത്തിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടില്ലേ? കുടിവെള്ള പദ്ധതി പൈപ്പിട്ടിട്ടുണ്ട്, വെള്ളം വന്നിട്ടില്ല. കാറ്റ് വന്നതുകൊണ്ട് പൈപ്പിട്ടതുകൊണ്ട് കാര്യമില്ല. അപ്പം പദ്ധതികൾ പലതും കർഷകർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള പദ്ധതികളൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ പദ്ധതികൾ. ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വെള്ളമില്ലാത്ത പദ്ധതികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് പൈപ്പിട്ടിട്ടുണ്ട്, കനാൽ വന്നിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും വെള്ളം എവിടെ നിന്ന് എന്നുള്ള തീരുമാനമില്ല. വെള്ളം ഇല്ല. മഴവെള്ളത്തിനെ ആശ്രയിച്ച് നടത്തുന്ന പദ്ധതികളായി മാറിയിരിക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ ഈ വികസനങ്ങളൊന്നും താഴെത്തട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനങ്ങളല്ല നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ എവിടെയെന്ന് പുള്ളി ഒന്ന് കാണിച്ചു തരുന്നത് നന്നായിരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്ന വികസനങ്ങളൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല എന്നുള്ളത് ഇവിടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. LDFന് വലിയ ആത്മവിശ്വാസമാണ് ഈ മണ്ഡലത്തെക്കുറിച്ച്. കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം. പക്ഷേ ഇത്തവണത്തേക്ക് വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കൊഴിഞ്ഞാമ്പാറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ കുറച്ച് പേർ മറ്റൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. PK ശശി കൂടി ഇപ്പോൾ അതിനൊപ്പം ചേരുന്നു. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കൊഴിഞ്ഞാമ്പാറയിലെ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPMലെ ഒരു വിഭാഗമല്ല, അവിടുത്തെ CPM മുഴുവനായിട്ടാണ് പാർട്ടിയെ വിട്ടുപോയത്. ഇപ്പോൾ കുറച്ച് പല ആളുകളെയും ചേർത്ത് പിടിച്ച് CPM എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കുന്നത് അവിടുത്തെ CPM മുഴുവനായിട്ടാണ് വിട്ടുപോയത്. അത് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ മാത്രമല്ല, ചിറ്റൂർ നിയോജക മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും പല ഭാഗത്തും അവരുടെ വലിയൊരു സ്വാധീനം ഉണ്ട് എന്നുള്ളത്. അതൊക്കെ UDFന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇവിടെ അത് മാത്രം അവരുടെ ഒരു വലിയ അനുകൂലമായ സാഹചര്യം ഉണ്ട്. അതിന് പുറമേ തന്നെ ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടത്തിയ പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്തതാണ്. ഇവിടെ LDFനെതിരെ വലിയൊരു വികാരം ജനങ്ങളുടെ മനസ്സിനകത്ത്. PK ശശിയുടെ മാറ്റം എങ്ങനെ കാണുന്നു? പാലക്കാട് ജില്ലയിൽ അത് CPMനകത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDFന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ശശിയുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 100%. കാരണം ഇന്നത്തോടുകൂടി അത് നിലപാട് വളരെ വ്യക്തമായിരിക്കുകയാണ്. ശശിയേട്ടനും PK ശശിയേട്ടനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാലക്കാട് ജില്ലയിലെ വളരെ ആഴത്തിൽ വേരിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDFനോടൊപ്പം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഇത്തവണത്തേക്ക് മത്സരത്തേക്ക് വരുമ്പോൾ താങ്കളുടെ പേര് വീണ്ടും സജീവമായിട്ട് ചർച്ചകൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു തോൽവി, ഇത്തവണത്തെ സാഹചര്യങ്ങൾ, ഇത് രണ്ടും കൂടി എങ്ങനെ വിലയിരുത്തും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ? സ്ഥാനാർത്ഥിത്വം UDFും കോൺഗ്രസ് പാർട്ടിയും ഉചിതമായ സമയത്ത് നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്താൽ 24 മണിക്കൂറിനകം ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുന്നത്. അത് UDF നേതൃത്വം തീരുമാനിക്കും. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ചിറ്റൂരിൽ ഇത്തവണ UDF ജയിച്ചു. കഴിഞ്ഞ തവണത്തെ ഭീമമായ ഭൂരിപക്ഷം അത് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ചിറ്റൂരിൽ പ്രത്യേകിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ, അദ്ദേഹം ഇവിടുത്തെ കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങളും കൂടെ നൽകി. ആ സമയത്ത് ജലദൗർബല്യമില്ലാതിരുന്നത് കേരളത്തിൽ പ്രളയം കൊണ്ടായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ആ പ്രളയത്തിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്, അതിൻ്റെ നേട്ടം കൊയ്തത്, ആ പ്രളയം 2 പ്രളയം ഉണ്ടായതിൻ്റെ നേട്ടം കൊയ്തത് അന്നത്തെ കേരളത്തിലെ ജലവിഭവ മന്ത്രിയാണ്. കേരളത്തിൽ ആ ഒരു 3 വർഷം കുടിവെള്ളത്തിനോ കർഷകരുടെ വെള്ളത്തിനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതിരുന്നു. അത് പ്രളയം കൊണ്ടായിരുന്നു. പക്ഷെ അത് ജനങ്ങൾക്ക് അന്ന് തിരിച്ചറിയാൻ പറ്റാതെ ജലവിഭവ മന്ത്രിക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോയി എന്നുള്ളതാണ്. ഇത്തവണ അതൊരു വലിയൊരു മാറ്റമാണ്.
തവണ എന്തായാലും കോൺഗ്രസ് വിജയിക്കും അല്ലേ? യു ഡി എഫിന് ഈ ചിറ്റൂർ നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെങ്കിലും യു ഡി എഫ് വിജയിച്ചിരിക്കും. കഴിഞ്ഞ തവണത്തെ ജയത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി അദ്ദേഹം വിശദമാക്കുകയാണ്. ഒപ്പം തന്നെ യു ഡി എഫ് ഇത്തവണ ഇവിടെ വിജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പ്രജിത് കോങ്ങാടനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.